അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ കൺസേൺസ് കണ്ടിട്ടുണ്ട്, അത് പറയാം. ഓക്കെ, അപ്പൊ അക്ഷയ് പ്രസന്റ് ചെയ്യും റിപ്പോർട്ട്. ഓക്കെ അക്ഷയ്. സ്ക്രീൻ കാണാം? കാണാം. നമ്മൾ ലാസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് മാർച്ച് 1 ആയിരുന്നു. അതിനുശേഷം ഇതുവരെ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായി, അതുപോലെ എന്തൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്തു, അതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണിത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ടൈമില് 23 കീവേഡ്സ് ആയിരുന്നു ടോപ്പ് 3 റാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിലവിൽ 31 കീവേഡ് ആയിട്ട് അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 5 29 കീവേഡ്സ് ആയിരുന്നു ലാസ്റ്റ് ടൈമില് റാങ്ക് ചെയ്തിരുന്നത്. ഇപ്പൊ അത് 47 കീവേഡ്സ് ആയിട്ട് അതും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 10 ഫസ്റ്റ് പേജില് 74 കീവേഡ്സ് ഇപ്പോൾ നിലവിൽ റാങ്ക് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് ടൈമില് 65 ആയിരുന്നു. അതിലും നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ അറൗണ്ട് 159 കീവേഡ്സ് ഇപ്പോൾ ടോട്ടല് റാങ്ക് ആവുന്നുണ്ട്. ലാസ്റ്റ് ടൈം അത് 157 ആയിരുന്നു. അതുപോലെ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ മാസം മാർച്ചിൽ നമുക്ക് 15.7K ഇംപ്രഷൻസ്, അതുപോലെ 251 ക്ലിക്സ് നമുക്ക് ലാസ്റ്റ് മന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ദുബായ് എൻട്രി കെയർ എന്ന് പറഞ്ഞൊരു ന്യൂ കീവേഡ് ഇപ്പോൾ റാങ്ക് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ കറണ്ടിൽ ഇത് റാങ്ക് ആവുന്നുണ്ട്. അതൊരു പുതിയ കീവേഡാണ് ദുബായ് എൻട്രി കെയർ. അതുപോലെ തന്നെ ടോൺസിലസ് സ്പെഷ്യാലിറ്റി സെന്റർ ഇൻ ദുബായ്, ആ ഒരു കീവേഡും ഒരു പുതിയ കീവേഡാണ്. അതും തേർഡ് പൊസിഷനിൽ റാങ്ക് ആവുന്നുണ്ട്. അതുപോലെ ഓൾറെഡി ബെസ്റ്റ് എൻട്രി സർജൻസ് ഇൻ ദുബായ്, അത് തേർഡ് പൊസിഷനിൽ റാങ്ക് ആവുന്നുണ്ട്. അത് കൺസിസ്റ്റന്റ് ഇപ്പോഴും റാങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത് റാങ്ക് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ആ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് കറക്റ്റായിട്ട് റാങ്ക് ആവുന്നുണ്ട് ഇപ്പോഴും കൺസിസ്റ്റന്റ്. അതുപോലെ അസെന്റ് ടീം സജസ്റ്റ് ചെയ്തൊരു കീവേഡായിരുന്നു മലയാളി എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്. ആ കീവേഡ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തു. അതും തേർഡ് പൊസിഷനിൽ ഇപ്പൊ നിലവിൽ റാങ്ക് ആവുന്നുണ്ട്. അതുപോലെ മലയാളി എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്, ദുബായ് കീവേഡിലും ഈ സെയിം പേജ് റാങ്ക് ആവുന്നുണ്ട് 5th പൊസിഷനിൽ. അതുപോലെ തന്നെ ENT സ്പെഷ്യലിസ്റ്റ് ഇൻ ദുബായ്, അതും കൺസിസ്റ്റന്റ് 5th പൊസിഷനിൽ റാങ്ക് ആവുന്നുണ്ട്. അതുപോലെ ബെസ്റ്റ് ENT ക്ലിനിക് ഇൻ ദുബായ്, ആ ഒരു കീവേഡും സെക്കൻഡ് പൊസിഷനിൽ അടുത്ത് റാങ്ക് ആവുന്നുണ്ട്. ENT ക്ലിനിക് ഇൻ ദുബായ്, അത് 4th പൊസിഷനിൽ അടുത്ത് റാങ്ക് ആവുന്നുണ്ട്. അതുപോലെ ENT ഹോസ്പിറ്റൽ ഇൻ ദുബായ്, അതും 6th പൊസിഷനിൽ അടുത്ത് കൺസിസ്റ്റന്റ് റാങ്ക് ആവുന്നുണ്ട്. പിന്നെ ഇത് GMB റാങ്കിങ് ആണ്. GMB ENT ക്ലിനിക് ഇൻ ദുബായ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് പൊസിഷനകത്ത് റാങ്ക് ആവുന്നുണ്ട്. പിന്നെ ENT ക്ലിനിക് ഇൻ ദുബായ്, അത് ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ GMB റാങ്ക് ആവുന്നുണ്ട് ആ ഒരു കീവേഡിൽ. ഹോസ്പിറ്റൽ ഇൻ ദുബായ്, അതിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തേർഡ് പൊസിഷനിൽ റാങ്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ നമുക്ക് കുറച്ച് വീഡിയോസ്, 4 വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അയച്ചു തന്ന 4 വീഡിയോസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് നമ്മളിങ്ങനെ പതുക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ 4 പേജസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പേജാണ് മലയാളി എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്. ആ ഒരു പേജ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റാങ്ക് ആവുന്നുണ്ട്. ദുബായിലും അതുപോലെ ദുബായിലും ഈ സെയിം പേജ് ടോപ്പ് 3 ടോപ്പ് 5 റാങ്ക് ആവുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്, അതുപോലെ തൈറോയ്ഡ് ഡോക്ടർ കരാമ, യുണൈറ്റഡ് സ്റ്റേറ്റ് ദുബായ്, ഈ കീവേഡ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പേജസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ പേജസ് ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ടില്ല. അത് ഇൻഡെക്സ് ആയി കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ റാങ്ക് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു 4 ബ്ലോഗ്സ് നമ്മൾ വെബ്സൈറ്റിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോപ്പുലർ ടാക്സ്, അതുപോലെ റിലേറ്റഡ് സർവീസ് ടാക്സ്, പിന്നെ അതിന് ഇന്റേൺ ലിങ്ക്സ്, അതുപോലെ FAQല് ഇന്റേൺ ലിങ്ക്സ് നമ്മൾ നിലവിലുള്ള സർവീസ് പേജസ്, എല്ലാ സർവീസ് പേജിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ
മെയിൻ കീവേഡ്സ് ആണ് കുറച്ച്. റാങ്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറൌണ്ട് ഒരു 160 കീവേഡ്സിന്റെ ഗൂഗിൾ റാങ്ക് ആവുന്നുണ്ട്. അതില് മലയാളി എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്, മലയാളി എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്, പിന്നെ ഇന്ത്യൻ എൻട്രി ഡോക്ടേഴ്സ് ഇൻ ദുബായ്, ഇതൊക്കെ പുതിയ നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങിയ കീവേഡ്സ് ആണ്. പിന്നെ ഈ പച്ചയും മഞ്ഞയും കളറിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന കീവേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫോക്കസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. അതൊക്കെ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ റാങ്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഇത് വെബ് മാസ്റ്റർ അനാലിസിസ് ആണ്. നമ്മുടെ കീവേഡ് കോൾസ് നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എൻക്വയറീസ് വന്നിട്ടുണ്ട് ത്രൂ ഗൂഗിൾ ആഡ്സ് അല്ല, ത്രൂ ഓൾ ചാനൽസ് എല്ലാം. ഓൾ ചാനൽസും കൂടെ ചേർത്തിട്ട് 170 എൻക്വയറീസ് ആണ് നമുക്ക് വന്നത്. കോൾസ് ആയിട്ട്. അതെ, കോൾസ് ആയിട്ട് വന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതുകൂടാതെ അതിനകത്ത് എത്ര കൺവേർട്ട് ആയെന്നുള്ളതിന്റെ എന്തെങ്കിലും ഡേറ്റ നമുക്കുണ്ടോ? ഇല്ല, അതിന്റെ ഡേറ്റ നമ്മുടെ കയ്യിലില്ല. അല്ല, നമ്മുടെ ഇന്റർണൽ ടീമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഗ്രാഫ് ഉണ്ടോ? കൺവേർഷൻ എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റില്ല. അത് അസെന്റ് ടീമിൽ അല്ല, അത് അസെന്റ് ടീമായി അനു, നമുക്കത് അതിന്റെ ഒരു ഡേറ്റ ഉണ്ടാവും. അതിന്റെ ഡേറ്റ നമ്മള് ചെക്ക് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന കോൾസ് മുഴുവൻ ഇന്റർനെറ്റ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പേഷ്യന്റിനെ എൻട്രി ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുമ്പോൾ. അപ്പൊ ആ ഇന്റർനെറ്റിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര കോൾസ് ആണ്. ആ ടൈമിങ് വെച്ച് നോക്കിയാൽ നമുക്ക് എത്ര കോൾസ് അതിനകത്ത് മാപ്പ് ചെയ്ത്, അതിപ്പോ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ ത്രൂ ഗൂഗിൾ ഇത്ര, ത്രൂ FB ഇത്ര എന്നുള്ള ഒരു മാപ്പിംഗ് നമ്മുടെ കോൾ സെന്ററിൽ നിന്ന് ഷഫീഖ് അങ്ങനെ കിട്ടുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പേഷ്യന്റിനോട് എൻക്വയറി ചെയ്യുന്നത് ഇപ്പൊ റെഫറൽ എന്നാന്ന് ചോദിക്കുമ്പോൾ ഇന്റർനെറ്റ് ആണ് ഇന്റർനെറ്റ് എന്ന് കിട്ടുന്നുണ്ട്. ഇന്റർനെറ്റ് നമ്മൾ എടുക്കുന്നത് ഗൂഗിൾ FBയും ഗൂഗിളും ഇതും സെർച്ചും സൈറ്റ് സെർച്ചിങ്ങും അല്ല. ഇന്റർനെറ്റ് എന്നുള്ള ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നെയാണ്. നമ്മളുടെ റെഫറൽ ചെക്ക് ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സിസ്റ്റത്തിൽ അത്രയും കിട്ടുമെന്ന്. ഷഫീഖ് വേറെ കിട്ടുമോ? ഷഫീഖ് ഇല്ല, നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് ആണുള്ളത്. പിന്നെ മാം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ആ ഒരു നമ്പേഴ്സേ ഉള്ളൂ നമുക്ക്, ആ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉള്ളൂ. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ചാറ്റ് ബോട്ട് വഴി ഏകദേശം നമുക്ക് ഈ മാസം ഒരു 35 ലീഡ്സിന്റെ അവിടെ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ഗൂഗിൾ ആഡ്സ്. ചാറ്റ് ബോട്ട് വഴി അത്രയും കിട്ടിയിട്ടുണ്ടോ? 35 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ അക്ഷയ്. ഇല്ല, ഗൂഗിൾ ആഡ്സ് 12 എന്താ കിട്ടിയുള്ളൂ. ഇത് ടോട്ടലി ആണ്, ഓർഗാനിക് ഉൾപ്പെടെ. അസെന്റിന്റെ ഡീറ്റെയിൽസിന്റെ കൂട്ടത്തില് അസെന്റ് ENT സ്പെഷ്യാലിറ്റി സെന്ററിന്റെ കൂട്ടത്തില് അവിടെ ഒരു ഫോൺ നമ്പർ ഇല്ല. ഞാനിപ്പോ സനോജിന് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വിട്ടുതരാം. അപ്പം അവിടെ നമുക്ക് അവിടേക്ക് നമ്മളുടെ അതായത് ഫോൺ നമ്പർ ഒന്ന് ആഡ് ചെയ്യണം. അതിലേക്ക് ഡയറക്റ്റ് കോളിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണോ എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത് പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല മാം, ഇപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്. ഇത് ഗൂഗിൾ മാപ്പാണോ മാം പറയണത്, അല്ലെങ്കിൽ SEO ആണോ പറയണത്? SEO എന്നാ പറയണത്? മാപ്പിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചേക്കുന്നത്. ഓ, മാപ്പിന്റെ സ്ക്രീൻഷോട്ട് അയച്ചേക്കണം. അതിൽ ഫോൺ നമ്പർ എനിക്കൊരു പേഷ്യന്റ് ഫോർവേഡ് ചെയ്ത് വിട്ടതാണ്. ഓക്കെ, നീ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത്. അപ്പൊ മാം ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ അസെന്റ് എടുക്കുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് അതിനകത്ത് ഒരു നമ്പർ ഇല്ല. നമ്മളുടെ ഒരു കോണ്ടാക്ട് നമ്പർ കൂടെ വേണോന്നുള്ള ഒരു സജഷൻ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ വന്നത്. ഓക്കെ, മാപ്പ് എടുക്കുമ്പോൾ ഒരു നമ്പർ വരണം. ഇല്ല, അതെ, അതിൽ നമ്പർ കാണിക്കില്ല മാഡം, അതിനകത്ത് ഫോൺ നമ്പർ കാണിക്കും. ഓക്കെ, ഫോണിൻ്റെ ഒരു സിഗ്നൽ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ അവർക്ക് കോൾ ചെയ്യാൻ പറ്റുമല്ലോ. അത് നമ്പറായിട്ട് കാണിക്കില്ല. ഇതിലതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളുടെ ഇതിനകത്ത് ഫോണിന്റെ സിഗ്നൽ ഒന്നും ഇല്ല. ഓ, ശരി. അപ്പൊ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് അഡ്രസ്സും ഫോൺ നമ്പർ അടക്കമാണല്ലോ വരും. അതങ്ങനെ വരില്ലല്ലേ? അപ്പൊ ഓക്കെ, അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. അത്
മാം ഇതിലൊരു കോൾ ബട്ടൺ ഉണ്ട് മാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. തന്നെ കോൾ ബട്ടന്റെ കൂടെ നമുക്ക് സൈഡിലും നമുക്ക് അടുത്തത് ഷെയർ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടല്ലോ ആ നമ്പറോട് കൊടുക്കാൻ എല്ലാം വരില്ലേ? പക്ഷെ എല്ലാരും ഒന്നും ഇപ്പൊ ഈ കോൾ ബട്ടന്റെ ഐക്കൺ നോക്കി വിളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് നല്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു അത് ശരിയാ. ഓക്കെ മേഡം, ഞങ്ങൾ ചെക്ക് ചെയ്യാതെ നമുക്ക് അതിനകത്ത് ഫോൺ നമ്പർ അല്ലാതെ ഒരു ഫോൺ നമ്പറും കൊടുക്കാം. നമുക്ക് അല്ലാതെ നമ്മുടെ ക്ലിനിക്കിന്റെ ടൈമിങ്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരത്തില്ലേ? അതുണ്ട്. ഓപ്പൺ ക്ലോസസ് ബൈ 10 PM എന്നുള്ള ഒരു ഇത് കിടപ്പുണ്ട്. വർക്കിംഗ് ഡേയ്സ് അതുണ്ട്. അഡ്രസ്സിന് അല്ലെങ്കിൽ ഫോൺ നമ്പർ അതാണ് മൊബൈൽ നമ്പർ, നമ്മുടെ ക്ലിനിക്കിന്റെ നമ്പർ. ഇപ്പൊ ഇതിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതെ, ആ ബിസിനസ് പ്രൊഫൈലിൽ എനിക്ക് തോന്നുന്നു ഫോൺ നമ്പർ ഇല്ല തോന്നുന്നുണ്ട്. ഇല്ല, ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അറിയാം. അസെന്റ് ENT സ്പെഷ്യാലിറ്റി സെന്റർ എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് പ്രൊഫൈലിന്റെ ലിസ്റ്റിംഗ് ചെയ്യപ്പെടുന്നതിൽ ഫോൺ നമ്പർ ഇല്ല. അപ്പൊ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേരുണ്ടാവില്ലേ? ഓക്കെ അംബരീഷ്, അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്തോളാം. ഓക്കെ, സോ വി വിൽ ഡു ദാറ്റ്. ഇടയിൽ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ അരുൺ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റൽസ് കേരളത്തിലുള്ള അതിനകത്ത് അവിടെയുള്ള വെബ്സൈറ്റിലും നമ്മുടെ ഈ ദുബായിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടോ? കാരണം ഞാനിതുവരെ അത് ചെക്ക് ചെയ്തിട്ടില്ല. ഉണ്ട്. വെബ്സൈറ്റിൽ ആണോ ഗൂഗിൾ സെർച്ച്? വെബ്സൈറ്റിൽ. ഇവിടുത്തെ കാരണം ഇവിടുത്തെ എൻക്വയറീസ്, ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഫോൺ നമ്പർ കാര്യം ഇവിടെ എൻക്വയറി ചെയ്യുന്നവർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കുമോ? നമ്മുടെ ദുബായിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഗൂഗിളിൽ? ഇപ്പം അസെന്റ് ക്ലിനിക് അല്ലെങ്കിൽ ENT ക്ലിനിക് പാലക്കാട് നടിക്കുമ്പോൾ അതിന്റെ കൂടെ ബേസിക്കലി നമ്മുടെ ബ്രാഞ്ചസ് എന്നുള്ള രീതിയിൽ അതെ, ഗൂഗിളിൽ കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. ചില കേസസ് അല്ലേ, ചില കീവേഡ്സിന്റെ ഇതില് അതെ കാണിക്കുന്നുണ്ട്. അതെ. പിന്നെ ഒരു കാര്യം കൂടെയുള്ള, നമുക്ക് സ്പീച്ച് തെറാപ്പി റിലേറ്റഡ് ആയിട്ടൂടെ ഇനി ആഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് സൂൺ ജോയിൻ ചെയ്യുവാണ്. ഈ ഓഡിയോളജിസ്റ്റിന്റെ പോലെ തന്നെ നമ്മൾ സ്പീച്ച് തെറാപ്പി റിലേറ്റഡ് ആയിട്ടൂടെ കീവേഡ്സ് ആഡ് ചെയ്ത് തുടങ്ങിക്കോളും. സനോജ്. ഓക്കെ മാം, ശരി. ഇതില് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഡിസൈനർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ്? വെബോ? നമ്മുടെ നോട്ട് വെബ്, ഇത് ഇവരാണ് ഇത് അല്ല ആ സൈറ്റ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ ടീം ഇല്ല, സോഷ്യൽ മീഡിയ ടീം ജോയിൻ ചെയ്തിട്ടില്ല തോന്നുന്നു. അവര് ഗ്രൂപ്പിലുള്ളതാണ്, പക്ഷെ അവര് ജോയിൻ ചെയ്തിട്ടില്ല, ഉംറയ്ക്ക് പോയിരിക്കാണ്. ശരി. ഓക്കെ. അപ്പൊ അത് അല്ല, ഇപ്പൊ നമ്മുടെ ഓരോ സ്പെഷ്യലി ഇപ്പൊ സ്പീച്ച് തെറാപ്പിസ്റ്റ് വരുന്ന സമയത്ത് നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിങ് ഉണ്ടല്ലോ. അത് വേറെ ടീമുണ്ട് ശ്രീജിത്ത്, നമുക്ക് SMO ടീം ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ അത് അവർക്ക് കൊടുക്കാം. ശരി. അതുപോലെ ഇനി വെബ്സൈറ്റിലേക്കുള്ള നമ്മളുടെ SMO ഓൾമോസ്റ്റ് ഡോക്ടേഴ്സിന്റെ പ്രൊഫൈൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് യൂണിഫോമിറ്റിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. അതുകൂടി ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയച്ചു തരാം സനോജ്. പിന്നെ അതൊന്ന് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാമല്ലോ അല്ലേ? അപ്പൊ ഒരു 5 ഡോക്ടേഴ്സിന്റെ പ്രൊഫൈല് അത് ഞാൻ മേ ബി ബൈ ടുമോറോ വിടാം. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ. വേറെ എന്താണ്? ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ ഇവിടേക്ക്? മാം, ഇപ്പൊ ഒരു പുതിയൊരു അൽഗോരിതം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും കാലം ഞങ്ങൾ കോണിന്റെ അടുത്ത് നിങ്ങൾക്ക് അത് റീറൈറ്റ് ചെയ്താണല്ലോ അയച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മാം, നിങ്ങൾ അത്രയധികം റീറൈറ്റ് ചെയ്യുന്നുണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ വലിയ ഡിഫറൻസ് ഒന്നും കണ്ടില്ല. ബട്ട് ഇത്ര നാളത് ഓക്കെ ആണ്.